ഹരേ കൃഷ്ണ, രാധേ രാധേ. ഉണ്ണിക്കണ്ണ ഇന്ന് വലിയ പിണക്കത്തിലാണല്ലോ. അറിയാലോ കാരണം. പറയട്ടെ ഉണ്ണിക്കണ്ണൻ്റെ ഇന്നത്തെ പിണക്കം. ഉണ്ണിക്കണ്ണൻ ഇന്നലെ ഗോകുലത്തിൽ കളിക്കുന്ന നേരം ഗോകുലത്തിൻ്റെ മുന്നിലൂടെ ഒരു വലിയ ആന അകമ്പടിയോടുകൂടെ ഇങ്ങനെ പോണു. ആനയുടെ കാലിൽ നല്ല മണികൾ, നെറ്റിപ്പട്ടം, നല്ല സുന്ദരനായൊരാന. ഉണ്ണിക്കണ്ണന് വല്ലാത്തൊരു കൊതി ആ ആനക്കുട്ടിയെ സ്വന്താക്കണമെന്ന്. ഉണ്ണിക്കണ്ണൻ ഓടി ഓടി യശോദമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മേ, എനിക്ക് ആ പോണ ആനേനെ വേണം. യശോദമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ണിക്കണ്ണൻ എങ്ങനെ ആനയെ നോക്കുക? ഉണ്ണിക്കണ്ണൻ ഒരു കുഞ്ഞു വാവയല്ലേ. ആ ആനയ്ക്ക് കുറേ ഭക്ഷണം വേണം. ഇനി ദേഷ്യം വന്നാൽ ചിലപ്പോൾ ആന നമ്മളെ എടുത്തെറിയും. ഇതൊന്നും പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണന് സമ്മതായില്ല. അവസാനം ഉണ്ണിക്കണ്ണൻ പറഞ്ഞു, അമ്മ എനിക്ക് ആനക്കുട്ടിയെ തന്നില്ലെങ്കിൽ ഞാൻ വെണ്ണ കഴിക്കില്ല. ഇതൊക്കെ കേട്ടപ്പോൾ യശോദമ്മയ്ക്ക് സങ്കടമായി. യശോദമ്മ നന്ദച്ചനെ വിളിച്ച് പറയാണ്, ഉണ്ണിക്കണ്ണന് ഒരു ആനക്കുട്ടിയെ കളിപ്പാട്ട് രൂപത്തിൽ ഉണ്ടാക്കിച്ചു കൊടുക്കണേ. നന്ദച്ചൻ കേട്ടപാടെ ഉണ്ണിക്കണ്ണന് ഒരു ആനക്കുട്ടിയെ ഉണ്ടാക്കാനുള്ള ശ്രമമെല്ലാം നടത്തി. അവസാനം ഉണ്ണിക്കണ്ണന് നല്ല ഭംഗിയുള്ള മരത്തിൽ തീർത്ത ഒരു ആനക്കുട്ടിയെ നന്ദഗോപര് സമ്മാനിച്ചു. ഉണ്ണിക്കണ്ണന് അത്രയ്ക്കും സന്തോഷമായി. ആനക്കുട്ടിയെ ഗജ്ജു എന്ന് ഓമന പേരിട്ട് ഉണ്ണിക്കണ്ണൻ വിളിച്ചു. ഉണ്ണിക്കണ്ണനും ഉണ്ണിക്കണ്ണൻ്റെ കൂട്ടുകാരും ഗജ്ജുവുമായി കളിച്ച് രസിച്ചു. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഒരു ആനക്കുട്ടിയെ സ്വന്താക്കി. സർവ്വ ഐശ്വര്യങ്ങളുടെയും നിറകുടമായ പൊന്നുണ്ണിക്കണ്ണ, സാക്ഷാൽ ഗുരുവായൂരപ്പ, ഗുരുവായൂർ കേശവൻ എന്ന ഗജരാജരത്നം തുടങ്ങിയ ഗജപ്രമുഖന്മാരുടെ ഒരു നീണ്ട നിര സ്വന്തമായിട്ടുള്ള ഉണ്ണിക്കണ്ണ, ആ കൊച്ചു ഗജ്ജു എന്ന കളിപ്പാട്ട ആനക്കുട്ടിയെ കൊഞ്ചിച്ച് ലാളിച്ചില്ലേ നീ ഉണ്ണിക്കണ്ണ? ഈ ലീലകൾ പറയാൻ വാക്കുകളില്ല കണ്ണ. കാത്തുകൊള്ളണേ ഞങ്ങളെ ഉണ്ണിക്കണ്ണ. ഹരേ കൃഷ്ണ, രാധേ രാധേ. என்ன தவம் செய்தனை